ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. പിന്നെ കൂടാതെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ട്രിക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഒത്തിരി ഈ അപ്പം കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറക്കാനായിട്ട്. അപ്പോൾ നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചീപ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിന്നീട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് വാഷ് ചെയ്യാറല്ലേ പതിവ്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളമോ അല്ലെങ്കിൽ വെള്ളമൊന്നും തൊടിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഈ ചീപ്പിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കുണ്ട്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൗഡറാണ്. ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ ചീപ്പ് വച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൗഡർ വിതറിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു പഴയ ബ്രഷാണ് കേട്ടോ. ഇനി ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് അഴുക്കുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഉരച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ ആ ചീപ്പിലുള്ള അഴുക്ക് ആ പൗഡറിനോടൊപ്പം തന്നെ പുറത്തേക്ക് വരും കേട്ടോ. നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇട്ടു കേട്ടോ നമ്മുടെ ചീപ്പ്. സാധാരണ നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുന്ന ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ചീപ്പ് ക്ലീനായി കിട്ടും. ഇപ്പം ഇത് നമ്മുടെ ചീപ്പ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു അഴുക്കൊന്നും ഇപ്പം ഇല്ല. ഇനി ഞാൻ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പൗഡറിൻ്റെ ആ ഒരു കളർ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ആ ചീപ്പിലുള്ള അഴുക്ക് മൊത്തം പൗഡറിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ചീപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ പൗഡർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിത് സേഫ്റ്റി പിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ വാങ്ങി വെക്കുന്ന ടൈമിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് തുരുമ്പ് പിടിച്ചു പോകാറുണ്ട് അല്ലേ. മിക്കവാറും ഈ ഒരു സേഫ്റ്റി പിന്നിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സൂചിയുടെ ഭാഗത്തും ഒക്കെ ആയിരിക്കും തുരുമ്പ് പിടിക്കാറുള്ളത്. അങ്ങനെ തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ സേഫ്റ്റി പിന്ന് ഇതുപോലൊരു ബോക്സിൽ ഇട്ടതിന് ശേഷം അതിലോട്ട് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു തുരുമ്പ് പിടിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ സേഫ്റ്റി പിന്നൊക്കെ ഒത്തിരി വാങ്ങി വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ അളവൊക്കെ നോക്കിയിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് ഞാനിത് മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ മുളക് പൊടിയുടെ ജാറിലോട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ഒരു രീതിയിൽ വേണം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് സെൻറ്ററിലോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കാണിക്കുന്നത് പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ സ്പൂണിൽ മുളക് പൊടി എടുക്കുന്ന ടൈമിൽ ആ ഒരു സ്പൂണ് റബ്ബർ ബാൻഡിലോട്ട് ടച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ സ്പൂണിൻ്റെ അളവ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു അളവ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ അളവെടുക്കുന്ന ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ നമ്മൾ കുറേ നാൾ സൂക്ഷിച്ച് വെക്കുന്ന ടൈമിൽ കുറച്ച് കഴിയുമ്പം അത് ചീത്തയായി പോകാറുണ്ടല്ലേ. അതിലത് പൊടിയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അത് ചീത്തയായി പോകാറുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു ഫോട്ടോയിൽ പാടൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ക്ലിയർ ടാപ്പാണ്. ഇതുപോലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ക്ലിയർ ടാപ്പ് വേണം കേട്ടോ. ഇനി ഈ ഒരു ഫോട്ടോ ഇതുപോലെ ടേബിളിലോ മറ്റോ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ക്ലിയർ ടാപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ആ ഒരു ക്ലിയർ ടാപ്പ് ആ ഒരു ഫോട്ടോയുടെ എല്ലാ സൈഡും കവറാകുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ചുളികളൊന്നും ഇല്ലാതെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ ഒരു ടാപ്പിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ബാക്ക് സൈഡിലോട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡിലോട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുമ്പോഴും ആ ഒരു ബാക്ക് സൈഡും ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാനായിട്ട്. ആ ഒരു സൈസിൽ വേണം കേട്ടോ നമ്മൾ ടാപ്പ് എടുക്കാനായിട്ട്. ഇനി ഈ ഫോട്ടോൻ്റെ തന്നെ സൈഡിലായിട്ട് കൂടുതലായിട്ട് വരുന്ന ക്ലിയർ ടാപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമ്മൾ ഫോട്ടോ ഒക്കെ ക്ലിയർ ടാപ്പ് ഒട്ടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ട് വെള്ളമൊക്കെ വീണാലും നമുക്ക് പേടിക്കേണ്ടതില്ല, തുടച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ട് പെന്നിൻ്റെ മഷിയൊക്കെ ആയാൽ പോലും നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നമ്മുടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു സേഫ്റ്റി പിൻ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് സാരിയിലോ ഷോളിലോ മറ്റോ കുത്താൻ നേരം ആ ഒരു സേഫ്റ്റി പിന്നിൻ്റെ
ആ ഒരു നീഡിലിൻ്റെ ഭാഗം തുരുമ്പ് പിടിച്ച് സേഫ്റ്റി പിന്നെ തുണിയിലോട്ട് ഇറങ്ങാത്ത അവസ്ഥ വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു സോപ്പാണ്. ഏതെങ്കിലും ഒരു സോപ്പ് എടുത്താൽ മതി. ഇനി ഈ ഒരു സോപ്പിലോട്ട് നമുക്ക് നമ്മുടെ സേഫ്റ്റി പിന്ന് കുത്തിവെച്ച് കൊടുക്കാം. ഈ ഒരു സേഫ്റ്റി പിന്ന് കുറേ നേരമൊന്നും കുത്തിവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതുപോലെ കുത്തി ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് സ്മൂത്തായിട്ടാണ് നമ്മുടെ ആ ഒരു തുണിയിലോട്ട് ഈ ഒരു സേഫ്റ്റി പിന്ന് ഇറങ്ങിക്കോളും. നൂലൊന്നും വെളിഞ്ഞു പോയില്ല. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടാണ് തുണിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ചില ടൈമിൽ നമ്മുടെ കട്ടിംഗ് ബോർഡ് വുഡൻ്റെ ആയാൽ പോലും കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ടൈമിൽ അത് തെന്നിപ്പോവാറുണ്ടല്ലേ. അങ്ങനെ തെന്നിപ്പോകുന്നതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് റബ്ബർ ബാൻഡാണ്. ഈ ഒരു റബ്ബർ ബാൻഡ് ഈ കാണിക്കുന്നത് പോലെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ടിംഗ് ബോർഡ് കൗണ്ടർ ടോപ്പിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും, തെന്നിപ്പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ കട്ടിംഗ് ബോർഡൊക്കെ തെന്നി മാറുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇത് ലോഷനൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ പമ്പ് ചെയ്യുന്ന ലോഷനൊക്കെ ആകുമ്പം നമ്മൾ ഓരോ ടൈമിലും പ്രസ് ചെയ്യുന്ന ടൈമിൽ കുറേ അധികം വരാറുണ്ട് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിലുള്ള വീടൊക്കെ ആണെങ്കിൽ അവരൊത്തിരി അങ്ങനെ പമ്പ് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ ഒരു വേസ്റ്റേജ് ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് റബ്ബർ ബാൻഡാണ്. ഇതുപോലുള്ള ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി. ഇനി ഞാൻ ഈ റബ്ബർ ബാൻഡ് ഈ ഒരു ലോഷൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് എത്രത്തോളം വീതിയിൽ കൂടുതലായിട്ട് ചുറ്റുന്നോ അത്രത്തോളം കുറവായിട്ടാണ് ഈ ഒരു ലോഷനിൽ നിന്ന് ലോഷൻ പമ്പ് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ എന്താ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സാധാരണ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വരുന്നതിനേക്കാളും ഭയങ്കര കുറവായിട്ടാണ് ഇപ്പോൾ ലോഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡ് ചുറ്റിയതിന് ശേഷവും അതിന് മുന്നിട്ടും ലോഷൻ ഇതുപോലെ പ്രസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനിതാ ഈ ഒരു കൈയുടെ ഭാഗത്തായിട്ട് ലോഷൻ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. റബ്ബർ ബാൻഡ് ചുറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡ് അഴിച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ ചുറ്റി കൊടുത്തിരുന്ന റബ്ബർ ബാൻഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ റബ്ബർ ബാൻഡ് ചുറ്റിയപ്പോഴും ചുറ്റാത്തപ്പോഴും ഉള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു കാര്യം തന്നെ നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ നേന്ത്രപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ പഴങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് അത് കറുത്ത് പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള അലൂമിനിയം ഫോയിലാണ്. ഇത് മൊത്തമായിട്ട് വേണ്ട, ഞാൻ ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തണ്ടിൻ്റെ ഭാഗം ഈ ഒരു അലൂമിനിയം ഫോയിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇത് ഈ ഒരു ഭാഗം നന്നായിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പഴങ്ങളൊന്നും പെട്ടെന്ന് കറുത്ത ചീത്തയായി പോവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ വീടിൻ്റെയൊക്കെ ഡോറ് നമ്മൾ ഈ ഒരു കുപ്പി വെച്ചിട്ട് എങ്ങനെ ലോക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ കുപ്പി എടുത്തിട്ടുണ്ട്. ഈ ഒരു കുപ്പി നമുക്ക് മുഴുവനായിട്ടും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കുപ്പിയുടെ വായ്ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കത്തിയൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു തുളയുണ്ടാക്കിയിട്ട് കത്രി കൊണ്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വായ്ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് കത്രികൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് ആക്സോ ബ്ലേഡ് യൂസ് ചെയ്യാണ്. ഇതുപോലുള്ള ആക്സോ ബ്ലേഡ് കൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി ചൂടാക്കിയിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വായ്ഭാഗത്തിൻ്റെ നേരെ പകുതിയായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ
ഞാനിതാ കുപ്പിയുടെ ആ ഒരു വായ്ഭാഗം ഇതുപോലെ എക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കത്രിക കൊണ്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്കിത് ഇതുപോലുള്ള 2 പീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി കൂടുതലായിട്ട് വരുന്ന നമ്മുടെ സൈഡിലത്തെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അതിലും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് രണ്ടാമത്തെ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ടൊന്ന് മുന്നോട്ടേക്ക് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഏത് ഡോറിനാണോ ലോക്ക് ഇല്ലാതുള്ളത് ആ ഒരു ഡോറിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ആ ഒരു കുപ്പിയുടെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഷെൽഫിൻ്റെ ഡോറാണ്. ഈ ഒരു ഷെൽഫിൻ്റെ ഡോറിലോട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ഭാഗം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സ്ക്രൂ തെന്നി നീങ്ങുന്നത് കൊണ്ട് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു തുള ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രൂ തെന്നി പോവില്ല. ഇനി നമുക്ക് ഈ ഒരു ഷെൽഫിൻ്റെ ഒരു സൈഡിലത്തെ ഡോറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം സ്ക്രൂ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ കുപ്പിയുടെ പീസും അടുത്ത ഡോറിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ആ കുപ്പിയുടെ ഭാഗം നേരെ വരുന്ന രീതിയിൽ വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ആ ഒരു കുപ്പിയുടെ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതാ കുപ്പിയുടെ 2 ഭാഗങ്ങളും ഈ ഒരു ഷെൽഫിൻ്റെ ഡോറിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഡോറിനൊക്കെ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മുടെ റൂമിൻ്റെ ഡോറൊന്നും അകത്തുനിന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എത്ര വലിച്ചിട്ടും ഈ ഒരു ഡോറ് ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ ഒരു എമർജൻസി ഘട്ടത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.